ആന്ധ്രാപ്രദേശിലെ വിസിനഗരം ജില്ലയിൽ വിശാഖപട്ടണത്തിന് സമീപം 5000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഭോഗാപുരം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഗവർണർ എസ് അബ്ദുൾ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു എന്നിവർക്കൊപ്പം എത്തിയ പ്രധാനമന്ത്രി വിമാനത്താവളം ടെർമിനൽ സന്ദർശിച്ച് അത്യാധുനിക സൗകര്യങ്ങൾ വിലയിരുത്തി. GMRL ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം നിശ്ചിത സമയത്തിന് 5 മാസം മുൻപേ പൂർത്തിയാക്കി ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ പണി പൂർത്തിയായ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളിലൊന്നായി മാറി. വിമാനത്താവള ഉദ്ഘാടനത്തിനൊപ്പം സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റ്, ഊർജ്ജ റോഡ് വികസന പദ്ധതികൾ ഉൾപ്പെടെ ഏകദേശം 17,900 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഈ വിമാനത്താവളം ഭാവിയിൽ 4 കോടി യാത്രക്കാരിലേക്ക് വികസിപ്പിക്കാവുന്ന മാസ്റ്റർ പ്ലാനോടെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ബോയിംഗ് 777, 787, ഡ്രീം ലൈനർ, എയർബേസ് തുടങ്ങിയ ഭീമൻ വൈഡ് ബോഡി വിമാനങ്ങൾക്ക് സുരക്ഷിതമായി ഇറങ്ങാൻ സാധിക്കുന്ന 3800 മീറ്റർ നീളമുള്ള കോടി റൺവേയാണ് ഇതിന്റെ പ്രധാന ആകർഷണം. മരുന്ന്, ഇലക്ട്രോണിക്സ്, സമുദ്ര ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോൾഡ് ചെയിൻ സൗകര്യങ്ങളോടുകൂടിയ 25,000 മെട്രിക് ടൺ ശേഷിയുള്ള കാർഗോ ടെർമിനലും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോമെട്രിക്, പാസഞ്ചർ പ്രോസസിംഗ്, ഓട്ടോമേറ്റഡ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ ടെർമിനലിന് മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗതയിലുള്ള ചുഴലിക്കാറ്റിനെയും കനത്ത മഴയെയും അതിജീവിക്കാനുള്ള പ്രത്യേക ശേഷിയുമുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ പാരമ്പര്യവും സംസ്കാരവും സമന്വയിപ്പിച്ചാണ് വിമാനത്താവളത്തിന്റെ വാസ്തുവിദ്യ തയ്യാറാക്കിയിരിക്കുന്നത്. അരാക്കു താഴ്വരയിലെ പരമ്പരാഗത വീടുകളുടെ മാതൃകയും ബംഗാൾ ഉൾക്കടലിൽ സമുദ്ര പാരമ്പര്യത്തെ അനുസ്മരിപ്പിക്കുന്ന പറക്കുന്ന മീനിന്റെ ആകൃതിയുമാണ് ടെർമിനലിന്റെ മേൽക്കൂരയ്ക്ക് നൽകിയിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദപരമായ പ്ലാറ്റിനം പദവിയോടെ നിർമ്മിച്ച ഈ സമുച്ചയത്തിൽ 5 മെഗാവാട്ട് സൗരോർജ്ജ പ്ലാന്റും മഴവെള്ള സംഭരണികളും പുനരുപയോഗിച്ച് ജലത്തിന്റെ 30% വിനിയോഗിക്കാനുള്ള സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട 13,500-ലധികം ഗോത്രവർഗ വനിതകളും വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിച്ച പരമ്പരാഗത ദിംസ നൃത്തം ചടങ്ങിന് മാറ്റുകൂട്ടി. ഈ പുതിയ വിമാനത്താവളത്തിന്റെ വരവോടെ വിശാഖപട്ടണം, വിസിനഗരം, ശ്രീകാകുളം തുടങ്ങിയ വടക്കൻ ആന്ധ്ര മേഖലകളിൽ ടൂറിസം, IT, വ്യാവസായിക നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ആധുനികാടിസ്ഥാന സൗകര്യങ്ങളോടും നിർമ്മിച്ച ലോകോത്തര ഗ്രീൻഫീൽഡ് വിമാനത്താവളം വ്യോമഗതാഗതം മെച്ചപ്പെടുത്തുക മാത്രമല്ല, മേഖലയിലുടനീളമുള്ള തൊഴിൽ, ടൂറിസം, വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പറഞ്ഞു. വിമാനത്താവളം വടക്കൻ ആന്ധ്രയുടെ സാമ്പത്തിക ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യുമെന്നും അത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മേഖലയിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സെമി കണ്ടക്ടറുകൾ, പവർ ട്രാൻസ്മിഷൻ, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലായി ഏകദേശം 18,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയിട്ടുണ്ട്. വിശാഖപട്ടണത്തിലെ 460 കോടി രൂപയുടെ ASIP സെമി കണ്ടക്ടർ പദ്ധതിയുടെ ശിലാസ്ഥാപനമാണ് ഈ സന്ദർശനത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങായി എഴുതപ്പെട്ടത്. റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ APACTയുമായി സഹകരിച്ച് ASIP ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഈ സൗകര്യം വികസിപ്പിക്കുന്നത്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ അനുമതി ലഭിക്കുന്ന ആന്ധ്രാപ്രദേശിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റാണിത്. ഇത് പ്രതിവർഷം ഏകദേശം 96 ദശലക്ഷം ചിപ്പുകൾ ഉൽപ്പാദിപ്പിക്കുമെന്നും ഈ മേഖലയിലെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഊർജ്ജ മേഖലയിൽ 4.5 ജിഗാവാട്ട് ശേഷിയുള്ള കുർണൂർ റിന്യൂവബിൾ എനർജി സോൺ പദ്ധതിയെ പവർ ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ട്രാൻസ്മിഷൻ സംവിധാനത്തിന് മോദി ശിലാസ്ഥാപനം നടത്തി. ഏകദേശം 5,550 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.